റിയൽമി ഏറ്റവും പുതിയ പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ സ്മാർട്ട് ഫോണാണ് റിയൽമി 6i. നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ താഴെ നിരവധി പേരാണ് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് റിയൽമി 6i എന്ന ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം എന്തൊക്കെയുണ്ട് എന്നും എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളെന്നുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നും 6i എന്ന മോഡൽ നെയിമും റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. സൈഡിൽ ഇതുപോലെ റിയൽമി 6i എന്ന് എഴുതിയിട്ടുണ്ട്. റിയൽമി 6i ഇൻ ഡിസ്പ്ലേ സെൽഫി 90 ഹെഡ്സ് സ്മൂത്ത് ഡിസ്പ്ലേ, അതുപോലെ 48 MB കോഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സാർ വാല്യൂ വന്നിട്ട് 1.138 ഹെഡിനും 0.586 ബോഡിക്കുമാണെന്ന് പറയുന്നു. അതുപോലെ ഈ ഒരു ഫോൺ മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്നും എഴുതിയിട്ടുണ്ട്. നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത് എക്ലിപ്സ് ബ്ലാക്ക് എന്ന കളർ വേരിയൻറ്റിൽ പെടുന്ന സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ വേരിയൻറ്റ് 4GB റാം 64GB ഇൻറ്റർണൽ മെമ്മറി വേരിയൻറ്റ്. എനിവേ ബോക്സ് അൺബോക്സ് ചെയ്യാം. യെസ്, ഇവിടെ ഇതുപോലെ ഹേയ് വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട്. റിയൽമി എന്ന് എഴുതിയ ഒരു മഞ്ഞ ബോക്സ്. അപ്പോൾ ഈ ഒരു മഞ്ഞ ബോക്സിനകത്ത് ഇതുപോലൊരു സേഫ്റ്റി ഗൈഡും ക്വിക്ക് ഗൈഡും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതുപോലൊരു TPU കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബ്ലാക്കിഷ് കളറുള്ള TPU കേസാണ്. ഇവിടെ ആയിട്ട് ഇതുപോലൊരു സിം ഇജക്ടർ പിൻ നൽകിയിട്ടുണ്ട്. ഇതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. 20 വാട്ടിൻ്റെ വൂക്ക് ചാർജറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഈ ഒരു ഫോൺ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരെ സപ്പോർട്ടുള്ളതാണ്. പക്ഷേ 20 വാട്ടിൻ്റെ ചാർജർ നൽകിയിട്ടുള്ളൂ. ചാർജിങ്ങിനായിട്ട് ടൈപ്പ് C കേബിൾ. അപ്പോൾ ഇതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. യെസ്, ഇത് നല്ല ഫുൾ ബ്ലാക്ക് നിറത്തിലുള്ള സ്മാർട്ട് ഫോൺ റിയൽമി 6i. റിയൽമിയുടെ സ്ഥിരം ഫോണുകൾ കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ ഡിസൈൻ പ്ലാസ്റ്റിക് ബോഡിയാണ്. റിയൽമി അടുത്തിടെ പുറത്തിറക്കിയ മറ്റൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നു റിയൽമി 6. റിയൽമി 6ൽ നിന്ന് കുറച്ചുകൂടി ഒരു ലൈറ്റർ വെർഷനാണ് റിയൽമി 6i. ഈ രണ്ട് ഫോണുകളും തമ്മിൽ കാര്യമായിട്ട് ഉള്ള വ്യത്യാസങ്ങളില്ല. ഏകദേശം 90% രണ്ട് ഫോണുകളും സെയിം ആണ്. റിയൽമി 6 എന്ന സ്മാർട്ട് ഫോൺ റിയൽമി പുറത്തിറക്കിയ മികച്ച വിജയം കൈവരിച്ച ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു. എന്നാൽ റിയൽമി 6 ഇപ്പോൾ ഓൺലൈനിലെങ്ങും വാങ്ങാൻ അങ്ങനെ കിട്ടാനില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റിയൽമി 6ൻ്റെ ഒരു ലൈറ്റർ വെർഷനായിട്ട് റിയൽമി 6i റിയൽമി പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിത് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് അങ്ങോട്ട് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇതിനകത്ത് കുറച്ച് ഫിംഗർ പ്രിൻറ്റ് അതുകൊണ്ട് തന്നെയും പതിയുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബോഡിയാണെന്ന് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് കണ്ടാൽ പറയുകയുള്ളൂ. എക്ലിപ്സ് ബ്ലാക്ക് എന്നാണ് ഈ ഒരു ഫോണിൻ്റെ ബ്ലാക്ക് കളറിന് റിയൽമി നൽകിയിരിക്കുന്ന പേര്. നമ്മൾ ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ലൈറ്റ് ഗ്രേഡിയൻറ്റുകൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു ഇൻ ഹാൻഡ് ഫീല് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു ഫോൺ നൽകുന്നത്. വലിയ സൈസ് കൂടുതലോ എന്നാൽ അധികം സൈസ് കുറവോ ഇല്ല. സാമാന്യം മീഡിയം ആയിട്ടുള്ള ഒരു സൈസാണ്. 193 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോണിന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടില്ല. ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ റിയൽമി ഫോണുകളിൽ കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ ഡിസൈൻ. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ 4 ക്യാമറകൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അടുത്തായിട്ടൊരു LED ഫ്ലാഷ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. താഴെ ഇതുപോലെ റിയൽമി എന്ന ഒരു ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോണിൻ്റെ വലതു ഭാഗത്ത് ഇതുപോലെ പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ വലതു ഭാഗത്ത് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഉൾപ്പെടുന്ന പവർ ബട്ടണും, ഫോണിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3.5mm ഓഡിയോ ജാക്ക്, മൈക്ക്, അതുപോലെ ചാർജിങ്ങിനുള്ള ടൈപ്പ് C പോർട്ട്, അതുപോലെ സ്പീക്കർ ഗ്രിൽ തുടങ്ങിയവ കാണാം. ഫോണിൻ്റെ ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വോളിയം റോക്കേഴ്സും അതുപോലെ സിം ട്രേയും കാണാം. ഫോണിൻ്റെ മുകളിൽ കാര്യമായിട്ടൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടില്ല എന്ന് ചുരുക്കം. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണ് എന്ന് നോക്കാം. ഇനി ഈ ഒരു ഫോണിൻ്റെ സിം ട്രേയെക്കുറിച്ച് പറഞ്ഞാൽ ഇത് ട്രിപ്പിൾ സിം സ്ലോട്ടാണ്. അതായത് ഒരേ സമയം നമുക്ക് 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഓർക്കുക, LED ഡിസ്പ്ലേ അല്ല. എന്നിരുന്നാലും ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് 90 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ നല്ല സ്മൂത്തായിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു ഫോണിൻ്റെ അരികുകളെക്കുറിച്ച് പറഞ്ഞാൽ ഫോണിന് ഡിസ്പ്ലേക്ക് ചുറ്റും കാര്യമായിട്ട് കനം കുറഞ്ഞ അരികുകളാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. എന്നാൽ ചിഹ്നം എന്നറിയപ്പെടുന്ന ഈ താഴ്ഭാഗത്ത് ഒരല്പം കട്ടി കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതർവൈസ് ഡിസ്പ്ലേക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല.
അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 10-ൽ അധിഷ്ഠിതമായി റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസായ റിയൽമി UI-ലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് കുറച്ചധികം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട്. ഉദാഹരണത്തിന് റിയൽമിയുടെ തന്നെ നിരവധി ആപ്ലിക്കേഷനുകൾ ഈ ഒരു ഫോണിൽ കാണാം. പക്ഷേ അടുത്തിടെ ഇന്ത്യയിൽ നിരോധിച്ച ചൈനീസ് ആപ്ലിക്കേഷനുകൾ പൂർണ്ണമായിട്ടും ഈ ഒരു ഫോണിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. റിയൽമി ഈ ഫോണിന് മുൻപ് പുറത്തിറക്കിയ ഫോണുകളിൽ പോലും അത്തരത്തിൽ ബാൻ ചെയ്ത ടിക്ടോക്ക്, ഹെലോ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വലിയ നല്ല കാര്യമെന്ന് പറയട്ടെ, ഈ ഒരു ഫോണിൽ അത്തരം ആപ്ലിക്കേഷനുകൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് റിയൽമി ഇപ്പോൾ ഈ ഒരു ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും ഫേസ് അൺലോക്കും എത്രത്തോളം ഫാസ്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ്. ഫോണിൻ്റെ സൈഡിലെ പവർ ബട്ടണിലാണ് അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഫോണിൻ്റെ സ്ക്രീൻ ഓഫാണ്. ഞാൻ ഇതേ പവർ ബട്ടൺ പ്രസ് ചെയ്ത് സ്ക്രീൻ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഫിംഗർ പ്രിൻറ്റ് എൻറോൾ ചെയ്ത ഫിംഗർ പവർ ബട്ടണിലേക്ക് വയ്ക്കുന്നു. കണ്ടില്ലേ, ഒന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ അൺലോക്കായി. വീണ്ടും കാണിക്കാം. ഫോൺ ഇപ്പോൾ ഓഫാണ്. ഫോൺ വേക്കപ്പ് ചെയ്തു. ഫിംഗർ പവർ ബട്ടൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നു. കണ്ടോ, വളരെ ഫാസ്റ്റായിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. അടുത്തായിട്ട് ഫേസ് അൺലോക്ക്. ഫോണിൻ്റെ ഡിസ്പ്ലേ ഇപ്പോൾ ഓഫാണ്. ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്ത് സ്ക്രീൻ വേക്കപ്പ് ചെയ്തു. എൻ്റെ മുഖത്തിന് നേരെ ഫോൺ തിരിക്കുന്നു. ഓക്കെ 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 വെരി ഫാസ്റ്റ്. നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിനകത്തുള്ള പ്രധാനപ്പെട്ട ഫീച്ചറുകളൊന്ന് നോക്കാം. ഈ ഒരു ഫോണിനകത്ത് FM റേഡിയോ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ വൈഡ് വൈൻ L1 സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും HD കണ്ടൻറ്റുകൾ നല്ല രീതിയിൽ ഈ ഒരു ഫോണിനകത്തൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ക്യാമറ ടു API സപ്പോർട്ട് ഈ ഒരു ഫോൺ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും റിയൽമിയുടെ ഈ ഒരു ഫോണിനകത്തുള്ള ഡിഫോൾട്ട് ക്യാമറ ആപ്ലിക്കേഷൻ ഒഴിവാക്കി വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ക്യാം ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ക്യാമറ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ വൈഫൈ എന്ന് പറയുന്ന ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് മൊബൈൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് വൈഫൈ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരെ വിളിക്കാൻ വൈഫൈ നമുക്ക് ഉപയോഗിക്കാനാകും. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് 2 സിം കാർഡുകളാണ് ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു. അത് രണ്ടും 4G സപ്പോർട്ടുള്ള സിം കാർഡുകൾ തന്നെ ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഫോൺ ഡുവൽ 4G സപ്പോർട്ട് നൽകുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഓഡിയോ വീഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം. സൗണ്ട് നിങ്ങൾ തന്നെ കേട്ടതാണല്ലോ. ഈ ഒരു ഫോണിന് മോണോ സ്പീക്കറാണ്. സ്പീക്കർ ഇതുപോലെ ഫോണിൻ്റെ താഴ്ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. സാധാരണ ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി. ഫുൾ വോളിയം വയ്ക്കുമ്പം ഡിസ്റ്റോർഷനോ സ്പീക്കറിനകത്ത് നിന്ന് കിരിയിരിപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഭയങ്കര ഒരു വോളിയം പ്രതീക്ഷിക്കേണ്ട നോർമലായിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. മികച്ച ഒരു വീഡിയോ ക്വാളിറ്റി ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഇതൊരു LCD ഡിസ്പ്ലേ ആണെങ്കിലും നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് നൽകുന്നുണ്ട്. കളർ റീപ്രൊഡക്ഷനൊക്കെ ഡിസ്പ്ലേയുടേത് വളരെ മനോഹരമാണ്. മികച്ച വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഇതൊരു LCD ഡിസ്പ്ലേ ആണ് എന്ന് ഇതിൻ്റെ ഡിസ്പ്ലേ കണ്ടാൽ പറയില്ല. ഒരു LED ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കുന്ന കണക്കുള്ള ഒരു വീഡിയോ ക്വാളിറ്റി ഈ ഒരു ഫോൺ നമുക്ക് നൽകുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയടെക്കിൻ്റെ ഹീലിയോ G90T എന്ന പ്രോസസ്സറാണ്. ഓർക്കുക, ഇതേ പ്രോസസ്സർ തന്നെയായിരുന്നു നേരത്തെ റിയൽമി 6 എന്ന ഫോണിലും നൽകിയിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഹീലിയോ 90T എന്ന ഈ ഒരു പ്രോസസ്സർ മികച്ച ഒരു ഗെയിമിംഗ് പെർഫോമൻസ് നൽകുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ഒരു ഗെയിമിംഗ് പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു ഫോണിൽ റിയൽമി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 2 വേരിയൻറ്റുകൾ ലഭ്യമാണ്. 4GB RAM 64GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും 6GB RAM 64GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഫോണിൽ ഇൻറ്റേർണൽ മെമ്മറി സെയിം ആണ്, 64GB തന്നെയാണ്. പക്ഷേ റാമിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്, 4ഉം 6ഉം. ഈ ഒരു ഫോണിൻ്റെ റാം എന്ന് പറയുന്നത് LPDDR4X റാമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വേഗത്തിൽ, സാധാരണ പഴയ റാമിൽ നിന്ന് കുറച്ചുകൂടെ വേഗത്തിൽ ഈ ഒരു ഫോൺ പ്രവർത്തിക്കും. അതുപോലെ ഫയൽ സ്റ്റോറേജിനും ഫയൽ റിട്രീവിങ്ങിനുമായിട്ട് UFS 2.1 എന്ന ഫീച്ചറാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ AnTuTu സ്കോർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2,85,000 ഇതിൻ്റെ ഒരു AnTuTu സ്കോർ നൽകുന്നത്. അതൊരു മികച്ച ഒരു സ്കോർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ഇതൊരു ഗെയിമിങ്ങിന് സപ്പോർട്ടാകുന്ന ഒരു ഫോൺ തന്നെയാണെന്ന് എടുത്തു പറയുന്നു. നമുക്ക് PUBGയൊക്കെ നല്ല രീതിയിൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ ലാഗും ഇല്ലാതെ അതുകൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു ഫോണിൽ കളിക്കാനാകും. അടുത്തതായിട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഫോണിൽ ഫ്രണ്ട് ക്യാമറ ഡിസ്പ്ലേയിൽ തന്നെ ഇടത് സൈഡിൽ ഒരു പഞ്ച് ഹോൾ ക്യാമറ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു ഫോണിൽ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 16 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ ഫ്രണ്ട് ക്യാമറയായി നൽകിയിരിക്കുന്നത്. ഇനി ഫോണിൻ്റെ ബാക്ക് ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ
പ്രൈമറി ക്യാമറ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. എന്നാൽ റിയൽമി 6-ൽ 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയായിരുന്നു നൽകിയിരുന്നത് എന്നൊരു ചെറിയ വ്യത്യാസം റിയൽമി 6-ഉം 6iയും തമ്മിൽ വരുന്നുണ്ട്. ഇവിടെ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതുപോലെ സെക്കൻഡറി ക്യാമറയായിട്ട് 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിട്ടുണ്ട്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 119 ഡിഗ്രി വരെ വൈഡായിട്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. ടെർഷറി ക്യാമറയായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. നാലാമത്തെ ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും ഫോണിൽ നൽകിയിരിക്കുന്നു. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം റെസൊല്യൂഷനിൽ 4Kയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാനാകും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതാണ്. പക്ഷേ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറെ നൽകിയിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അഡീഷണൽ നിങ്ങളൊരു 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വാങ്ങിയാലോ നിങ്ങൾക്ക് ആ ഒരു വേഗതയിൽ തന്നെ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. ഓർക്കുക, നേരത്തെ ഉണ്ടായിരുന്ന റിയൽമി എക്സിൽ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നൽകിയിരുന്നു. 4300 mAhൻ്റെ ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് USB Type-C പോർട്ടാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 2 കളർ വേരിയൻറ്റുകളിലാണ് ലഭ്യമാവുക. ലൂണാർ വൈറ്റ് എന്ന വെള്ള നിറത്തിലും അതുപോലെ എക്ലിപ്സ് ബ്ലാക്ക് എന്ന കറുപ്പ് നിറത്തിലും. നമ്മളിന്ന് ഇവിടെ പരിചയപ്പെട്ടത് എക്ലിപ്സ് ബ്ലാക്ക് എന്ന കളർ വേരിയൻറ്റിൽ പെടുന്ന ഫോണാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇതിനകത്ത് ഒരുപാട് ഫിംഗർ പ്രിൻറ്റ് കൃത്യമായിട്ട് പതിയുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം ഈ ഒരു ഫോണിൽ കൈ പിടിച്ചപ്പോൾ തന്നെ ഒരുപാട് ഫിംഗർ പ്രിൻറ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ പതിയുന്നതായിട്ട് കാണാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങളിലേക്ക് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ്. എന്നാൽ ഈ ഒരു ഫോൺ കുറച്ച് ദിവസം കൃത്യമായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഗെയിമിംഗ് പെർഫോമൻസ്, അതുപോലെ ഫോണിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ ക്യാമറയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീച്ചറുകൾ, ക്യാമറ ക്വാളിറ്റി എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എനിക്കൊരു 5 ദിവസമെങ്കിലും മിനിമം ഈ ഒരു ഫോൺ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായിട്ട്, അത് ഈ ഒരു ഫോണിൻ്റെ എന്നല്ല, നമ്മുടെ ഈ ഒരു ചാനലിലൂടെ അൺബോക്സ് ചെയ്യുന്ന എല്ലാ ഫോണുകളും തുടക്കത്തിൽ അൺബോക്സിങ്ങും പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു റിവ്യൂ നമ്മൾ നൽകുന്നതായിരിക്കും. അൺബോക്സിങ്ങും റിവ്യൂവും കൂടെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു ഫോണിനെ കുറിച്ച് പൂർണ്ണമായിട്ടും അതിനകത്തൊരു വിലയിരുത്തൽ നടത്താവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ നേട്ടങ്ങളും ഇതുപോലുള്ള കോട്ടങ്ങളുമെല്ലാം നമ്മുടെ റിവ്യൂവിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു ഫോൺ 2 വേരിയൻറ്റിലാണ് ലഭ്യമാവുക. 4GB RAM 64GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്, അതിൻ്റെ വില 12,999 രൂപയാണ്. പിന്നീടുള്ള ഹയർ വേരിയൻറ്റ് 6GB RAM 64GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്, അതിൻ്റെ വില 14,999 രൂപയാണ്. ഈ ഒരു ഫോണിൻ്റെ അടുത്ത ഫ്ലാഷ് സെയിൽ ആഗസ്റ്റ് 12-ാം തീയതിയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് റിയൽമിയുടെ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു ഫോൺ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഫോണിൻ്റെ ഒരു വെർഡിക്റ്റ് പറഞ്ഞാൽ നമുക്ക് 15,000 രൂപയിൽ താഴെ വാങ്ങാവുന്ന മികച്ച ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി 6i. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ റിയൽമി 6 എന്ന സ്മാർട്ട് ഫോൺ വാങ്ങാൻ കാത്തിരുന്നു മടുത്തുവെങ്കിൽ പലർക്കും ആ ഒരു ഫോൺ ഇപ്പോൾ ഓൺലൈൻ വാങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പകരമായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൈസ് കുറച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന റിയൽമിയുടെ തന്നെ ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി 6i. അപ്പോൾ റിയൽമി 6i എന്ന ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷൻ എത്താൻ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.